അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏവർക്കും ക്യൂക്യൂഡിലേക്ക് ഹാർദമായ സ്വാഗതം. നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആശയം വരുന്ന ഖുർആൻ വചനം ഏത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. സഹോദരങ്ങളെ, ജീവിതത്തിലെ ശരിതെറ്റുകളെ നിർണയിച്ച് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കാതുകളിലേക്ക് വരുന്ന വർത്തമാനങ്ങളെയും കൺമുന്നിൽ വരുന്ന സംഭവങ്ങളെയും ചിന്തകളെയുമെല്ലാം ശരിതെറ്റുകൾ വേർതിരിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും കുറ്റമറ്റതാക്കാനും ഉതകുന്ന എല്ലാ അറിവുകളും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 6-ാം വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെ വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. ചിന്തകൾ ഇന്ന് ഹൃദയത്തിൽ നിന്ന് കുറയുകയും സോഷ്യൽ മീഡിയകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. സമയമില്ല എന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നമെങ്കിലും നമുക്ക് പലപ്പോഴും സമയം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരക്കം പാച്ചിലിനാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മൂല്യമുള്ളത് സമയമാണ്. യാതൊരു പ്രയോജനവുമില്ലാത്തതിന്റെ പിറകെ പോയി സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി തന്റെ ചെവിയിലെത്തിയ വാർത്തകളെല്ലാം കൈമാറാൻ നമ്മളിൽ പലർക്കും വ്യഗ്രതയാണ്. അതിന്റെ ശരിതെറ്റുകൾ അന്വേഷിക്കാതെ ഷെയർ ചെയ്തതിന്റെ പേരിൽ വലിയ ഖേദത്തിന് തന്നെ കാരണമായ ധാരാളം സംഭവങ്ങളുണ്ട്. തമാശക്ക് പോലും കളവ് പറയരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേട്ടതെല്ലാം പറഞ്ഞു നടക്കൽ ഒരു മനുഷ്യന് പരലോകത്ത് പാപത്തിന് കാരണമാകാൻ മതിയാകുന്നതാണ് എന്ന്. കയ്യിൽ കിട്ടിയതും കേട്ടതും അറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, വാർത്തകളുടെയും മെസ്സേജുകളുടെയും നിജസ്ഥിതി അറിയാതെ ചിന്തിക്കാതെ കിട്ടിയതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് പരലോകത്ത് വലിയ നഷ്ടത്തിന് കാരണമാകുമെന്നത് തീർച്ചയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി ചോദിച്ചു, ആരാണ് മുഫ്ലിസ്, പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, സമ്പത്തും ജീവിത വിഭവങ്ങളും ഇല്ലാത്തയാളാണ് പാപ്പരായവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിലെ പാപ്പർ അഥവാ ദരിദ്രവാസി ഖിയാമത്ത് നാളിൽ നമസ്കാരവും സക്കാത്തും നോമ്പുമൊക്കെയായി വരുന്നവനാണ്. എന്നാൽ അവൻ ഇന്നവനെ ചീത്ത പറഞ്ഞിരിക്കും, ഇന്നവനെ കുറിച്ച് കുറ്റാരോപണം നടത്തുകയും ചെയ്തിരിക്കും, ഇന്നവന്റെ ധനം അന്യായമായി തിന്നുകയും ഇന്നവന്റെ രക്തം ചിന്തുകയും ഇന്നവനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിനാൽ അവന്റെ സൽക്കർമ്മങ്ങൾ പരലോകത്ത് വെച്ച് ഉപദ്രവത്തിന് ഇരയായവർക്ക് നൽകുകയും വിധി തീർപ്പിന് മുൻപേ അയാളുടെ സൽക്കർമ്മങ്ങൾ തീർന്നു പോകുകയും ചെയ്യും. ഇരകളുടെ തിന്മകൾ അയാളിൽ ചാർത്തി അയാളെ നരകത്തിലെറിയുകയും ചെയ്യും. വിശ്വാസികളുടെ പ്രത്യേകതകൾ എടുത്തു പറയുന്നിടത്ത് അല്ലാഹു തആല പറയുകയാണ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണവർ. സൂറത്ത് മുഅ്മിനൂൻ 3-ാം വചനം. മറ്റൊരിടത്ത് പറഞ്ഞത്, വ്യർത്ഥമായ വാക്കുകൾ കേൾക്കാനിടയായാൽ അവരതിൽ നിന്ന് അകന്നു മാറുന്നവരാണ് എന്നാണ്. സൂറത്തുൽ ഖസസ് 55-ാം വചനം. കാഴ്ചയും കേൾവിയും നല്ലത് കാണാനും കേൾക്കാനുമുള്ളതാണ്.
ഹൃദയം നല്ലത് ചിന്തിക്കാനുള്ളതാണ്. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും അള്ളാഹു നൽകിയ വളരെ വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് കാഴ്ചയും കേൾവിയും ഹൃദയവുമെല്ലാം. പക്ഷേ ഇത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കോപമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നാം ഒരിക്കൽ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അള്ളാഹു തആല നൽകുന്നുണ്ട്. നാം അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും തൊട്ട് അള്ളാഹു നമ്മോട് ചോദ്യം ചോദിക്കും. സൂറത്തു ഇസ്രാ 36 വചനത്തിലൂടെ അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണുക. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, നന്മ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.